ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്ന ദിവസമല്ല, പക്ഷേ ഒരു പ്രത്യേക കാരണത്താൽ ഇന്ന് നമ്മൾ ഒരു വീഡിയോയും കൂടെ എക്സ്ട്രാ ഇടുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം അല്ലേ? ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറായ നിഷിജ ആൻറ്റി ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ പേടി തോന്നി, ഇതെന്താണ് സംഭവം. നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, അതായത് സൂഡോമോണസ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ സൂഡോമോണസ് കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, നന്നാവും. എന്തെങ്കിലും പലരും ചോദിക്കാറുണ്ട്, ചേച്ചി അത് വാടിപ്പോയി, കാ പിടിക്കുന്നില്ല, പൂ കൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കുന്നവരടുത്ത് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ 5 ml എടുക്കുക, അത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നമ്മൾ സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊടി എടുക്കുകയെന്നുണ്ടെങ്കിൽ 20 പിന്നെ ഒരു തീപ്പെട്ടി കവറിനകത്ത് കൊള്ളുന്ന അത്രയും എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി സ്പ്രേ ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ കണ്ട വീഡിയോയിൽ നമ്മുടെ ഹരി മുരളീധരൻ സാറിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂഡോമോണാസ് ഒരു ബാക്ടീരിയൽ ഏജൻ്റാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാം. എന്തും അമൃതായാൽ പോലും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമാണ്. അപ്പോൾ അത് തന്നെയാണ് പുള്ളിയും പറഞ്ഞേക്കുന്നത്. അപ്പോൾ സൂഡോമോണാസ് ഒരു ചീത്തക്കാരിയെന്നല്ല, പക്ഷേ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ കറിവേപ്പാണെങ്കിൽ കറിവേപ്പ് ഇലയിലടിക്കാതെ മൂട്ടിലടിക്കുക. അതുപോലെ തന്നെ കറിവേപ്പിനൊന്നും നമ്മൾ സൂഡോമോണസ് അടിക്കേണ്ട കാര്യമില്ല. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഏതിനൊക്കെയായിരുന്നു അടിക്കണമെന്ന് പറഞ്ഞത്? നമ്മള് പിന്നെ വിത്ത് മുക്കി വെക്കുന്നത് നമ്മൾ പറഞ്ഞത് മല്ലിയിൽ മാത്രമായിരുന്നു. സാധാരണ നമ്മള് ചെയ്യാറുള്ളൂ. ഡയറക്റ്റ് മമ്മി മാക്സിമം വെള്ളത്തിനകത്ത് മുക്കിയിട്ടൊക്കെയാ ചെയ്യാറ്. വെള്ളത്തിനകത്ത് പോലും മുക്കാറില്ല, ഡയറക്റ്റ് ആണ് നമ്മള് മണ്ണിനകത്ത് അങ്ങ് ഇടാറാണ് പതിവ്. എന്തോ അബദ്ധത്തിന് നമ്മൾ മല്ലി കൊണ്ടുവന്നിട്ട് പിന്നെ സൂഡോമോണസ് ലൈനിൽ മുക്കിയിട്ടാണ് നമ്മൾ വെച്ചത്. അപ്പം പിന്നെ ഡൗട്ട് ചോദിച്ചവരെടുത്ത് നമ്മൾ പറഞ്ഞു സൂഡോമോണസ് എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അതില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ അല്ലാതെ വെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, സൂഡോമോണസ് ഓക്കെ. ബട്ട് നമ്മൾ അതിൻ്റെ മിനിമൽ ലെവലിൽ എത്ര 5 ml എന്ന് പറയുന്ന 5 ml തന്നെ ഉപയോഗിക്കുക. പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസും അതുപോലെ തന്നെ മാസ്കും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ അത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടൊരു സോറി പറഞ്ഞേക്കാം. എല്ലാവരുടെ സോറി പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞു കുട്ടികളും പ്രായമുള്ളവരും എല്ലാം കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ലോക്ക്ഡൗൺ സമയമായപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടത്തോടെയാണ് കൃഷിയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങളെയും പിന്നെ പ്രായം ചെന്നവരെയും അതുപോലെ തന്നെ ശ്വാസം മുട്ടുള്ളവരെയൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഈ സൂഡോമോണസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൗഡർ ആണെങ്കിൽ പൗഡർ തളിക്കുമ്പോൾ അത് പറന്നു പോയിട്ട് ഇമ്മ്യൂണിറ്റി കുറവുള്ളവരുടെ എടുത്ത് പോകുന്ന ഇച്ചിരി ഇഷ്യൂ ആണെന്നാണ് നമ്മുടെ ഹരിസാർ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അത് കുറച്ച് ഉപയോഗിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ അത് ജൈവ ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ കുറച്ചളവിൽ എപ്പോഴും എല്ലാം നല്ലത് തന്നെ. എന്തും കൂടിപ്പോയി കഴിഞ്ഞാൽ അതിന് പ്രശ്നമാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു 2 വർഷമൊക്കെ ആയുള്ളൂ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ചാണകം ഉണ്ടായിരുന്നു, ഒരു അമ്പലം ഉണ്ടായിരുന്നു. അത് വെച്ചായിരുന്നു നമ്മളൊക്കെ എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ ആയപ്പോഴത്തേക്ക് പുതിയ കമ്പനികളൊക്കെ ഇറങ്ങി, പുതിയ സാധനങ്ങൾ ഇറങ്ങി. അപ്പം ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ആ റിസൾട്ട് വെച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നമുക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു, റിസൾട്ട് കിട്ടി. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്തും അത് യൂസ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു അറിവായിരുന്നു, ഇങ്ങനെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാം മിനിമം ആവശ്യത്തിന് ഉപയോഗിച്ച് ഇത് ചെയ്യുക. എന്തായാലും നമ്മൾ ഹരിസാറ് പറഞ്ഞ കുറച്ച് ക്ലിപ്സ് നിങ്ങൾക്ക് കാണിച്ചേക്കാം. പുള്ളിയുടെ എല്ലാ ഫുൾ വീഡിയോ നമുക്ക് ഇടുന്നില്ല, അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സ് ഇട്ടിട്ട് പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ അറിയത്തില്ല. പുള്ളി ഒരു ബയോളജിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള നോളേജ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ചെന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കറിയാവുന്ന രീതിയിൽ നമുക്ക് പറ്റിയ പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ മമ്മിക്ക് എന്താണ് പറയാനുള്ളത്? അപ്പം പിന്നെ ഇന്ന് നമുക്ക് എന്തായാലും ഇനി സൂഡോമോണസൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ള ജൈവ രീതിയിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. പഴയ രീതിയിലോട്ടൊക്കെ നമുക്ക് പോകാം. അപ്പം നമ്മുടെ ചാണകവും ചാരവും നമ്മുടെ മറ്റുള്ള വളങ്ങളൊക്കെ ചേർത്തിട്ട് കമ്പോസ്റ്റും ഒക്കെ ചേർത്തിട്ട് നമുക്ക് കൃഷി എങ്ങനെയായാലും നമ്മൾ കൃഷി ചെയ്തിരിക്കും അല്ലേ? കൃഷി മമ്മി എങ്ങനെയായാലും ചെയ്തിരിക്കും. അപ്പോൾ ഈ സൂഡോമോണസ് ഒക്കെ നമ്മൾ ഈ ഒരു ഇപ്പോഴല്ലേ അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്തായാലും പുള്ളിയുടെ വീഡിയോ കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പം 24 മണിക്കൂറും ചെടികൾക്ക് സുഡോമോണസ് കലക്കി ഒഴിച്ച് വിത്തൗട്ട് എനി മാസ്ക്, വിത്തൗട്ട് എനി ഗ്ലൗസ്. ഏറ്റവും വലിയ തെറ്റ് അതാണ്. കാരണം പ്രൊബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്ന കേസുകൾ മനുഷ്യനുമായിട്ട് വളരെ ക്ലോസ്, നമ്മുടെ ശരീരത്ത് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് വൈറ്റമിൻസ് ഉണ്ടാക്കുകയും പല
വിഷകാരിയായ ബാക്ടീരിയ കൊല്ലാൻ കഴിവുള്ളതാണ് പ്രൊബയോട്ടിക്. അങ്ങനെ ഒരു ബാക്ടീരിയ ഉണ്ട്. ഏതാ? നമ്മൾ കുടിക്കുന്ന മോരിൽ കാണുന്ന ലാക്ടോബാസിലസ്. അത് നമുക്ക് കഴിക്കുന്നുണ്ട് എന്ന് ഉപയോഗിക്കാം. പക്ഷേ സുഡോമോണസ് ഒരിക്കലും പ്രൊബയോട്ടിക് കാറ്റഗറി വരത്തില്ല. നിങ്ങൾ ഈ പറത്തിവിടുന്ന പൊടികളിലും കൈയുടെ നഖത്തിൻ്റെ ഇടയ്ക്കും മറ്റും കയറിയിട്ട് നിങ്ങളുടെ ശ്വാസകോശത്തിൽ പോയി ഇത് വളരുന്നില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ എന്തിനും ഏതിനും സുഡോമോണസ് ഉപയോഗിക്കുന്നത് ആദ്യം നിർത്തുക. എല്ലാത്തിനും കൺട്രോൾ മെഷേഴ്സ് അത്യാവശ്യമാണ്. നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി കുറവുള്ള അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ, നമ്മളെടുക്കുന്ന സുഡോമോണസ് കലക്കി ഒഴിക്കുന്നു, വെതറുന്നു. ഇത് അവരുടെ ശരീരത്തിൽ കയറിപ്പോയാൽ ഇമ്മ്യൂണോ സപ്രസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറവുണ്ടെങ്കിൽ, ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആയില്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള പല അസുഖങ്ങളും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഗ്ലൗസ് ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക, അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. അലക്ഷ്യമായിട്ട് ഫ്രൂട്ടിൻ്റെയൊക്കെ മേളിൽ സുഡോമോണസ്, അതായത് ഏറ്റവും വലിയ പ്രശ്നം പടപേടിച്ച് പന്തളത്ത് വന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട. എന്താ? രാസവളം വേണ്ട, കീടനാശിനി വേണ്ടാന്നും പറഞ്ഞാണ് സുഡോമോണസിനെ ഉപയോഗിക്കുന്നത്. സുഡോമോണസ് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രൊബയോട്ടിക്? ഇപ്പോൾ ചെടിയിൽ പേരക്കയുടെ മേളിൽ അടിച്ചിട്ട് ആ പേരയ്ക്ക് നിങ്ങൾ കഴിക്കുന്നു, എവിടെ പോകും സുഡോമോണസ്? നിങ്ങളുടെ ശ്വാസകോശത്തിൽ കൂടെ അകത്ത് അല്ലെങ്കിൽ അന്നനാളത്തിൽ അവിടെ കുത്തിയിരുന്ന് അവൻ വളരാനുള്ള സാഹചര്യം കിട്ടി അവൻ വളരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ പറ്റൂ. വളരെ കെയർഫുൾ ആവുക. ഗ്ലൗസ് ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക. അതിനുശേഷം നഖങ്ങൾക്കിടയിലൊക്കെ ഈ ടാൽക്കം പൗഡർ കയറി ഇരുന്നിട്ട് നമ്മുടെ ഫുഡിൽ കൂടെ അണുക്കൾ അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ. അപ്പോൾ നമ്മുടെ ഹരിസാറ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന രീതി ഞങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടാവും ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് സുഡോമോണസ് കുറച്ചിട്ട് ഉപയോഗിക്കാം. നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന എവിടെയെങ്കിലും ഒക്കെ അങ്ങ് തീർത്തിട്ടല്ലേ അല്ല, അത് പിന്നെ അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് അധികം ഉപയോഗിക്കണ്ട. ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് മാസ്ക് ഇട്ടിട്ട് മാത്രം ഉപയോഗിക്കുക. പുള്ളി പറഞ്ഞെല്ലാം കേട്ടല്ലോ നിങ്ങൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ പലരും പറയണ്ടായിരുന്നു മിനി ഗ്ലൗസ് ഇട്ട് കൃഷി ചെയ്യാന്നൊക്കെ. പക്ഷെ നമുക്ക് എന്തോ ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോഴേ എന്തോ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ, ഒരു ഫ്രീഡം ഇല്ലായ്മ തോന്നുന്നുണ്ട്. ഞാനത് അങ്ങനെ ഇടാറില്ല. പക്ഷേ എങ്കിൽ ഇനി ഇടണോ? സുഡോമോണസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം, ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഒരു പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഒരെണ്ണം തെറ്റാണെന്ന് അറിയുമ്പോൾ നമ്മളത് മറക്കുന്നത് ശരിയല്ലല്ലോ. അത് നമ്മൾ തുറന്നു പറയും. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കില്ല. അത്രയും ജെന്യൂൻ ആയിട്ടാണ് മമ്മിയും നിങ്ങളും നമ്മളെല്ലാവരും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമ്മളൊരു സാധനം ഇങ്ങനെ മറച്ചു വെക്കുന്നത് ശരിയല്ല. നമ്മൾ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനകത്ത് സബ്സ്ക്രൈബും ലൈക്കും ഒന്നും നമ്മൾ പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിരുന്നു. ഇത് നിങ്ങളിലോട്ട് നമ്മൾ പറ്റിയ ഒരു പ്രശ്നം, നമുക്ക് പറ്റിയൊരു കാര്യം നിങ്ങളിലോട്ട് അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.